അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മുഅ്മിനീങ്ങളെ നമ്മെ ചിന്തിപ്പിക്കുന്ന ഒരു ഉപദേശം. മൻ അസ്ബഹ വദ്ദുനിയ അക്ബറു ഹമ്മിഹി. ഒരാൾ എന്നും രാവിലെ അല്ല എല്ലാ ദിവസവും അദ്ദേഹത്തിൻ്റെ ചിന്ത, അദ്ദേഹം ചിന്തിക്കുന്നത് തന്നെ ദുനിയാവ് എന്ന കാര്യം മാത്രമാണ്. വേറെ വിഷയം അദ്ദേഹത്തിനിക്കില്ല. എങ്ങനെ ഒരു 10 രൂപ ഉണ്ടാക്കുക, അതെങ്ങനെ ആയാലും പ്രശ്നമല്ല, എൻ്റെ കയ്യിലേക്ക് ഒരു 10 രൂപ എത്തണം. അതുമാത്രമാണ് അദ്ദേഹത്തിൻ്റെ അധ്വാനം. അതുമാത്രമാണ് അദ്ദേഹത്തിൻ്റെ ആയുസ് കാലം, സമയങ്ങളും മറ്റുള്ള വിഷയങ്ങളൊക്കെ ചെലവ് ചെയ്യുന്നത്. അതിനുവേണ്ടി അദ്ദേഹം അധ്വാനിക്കുന്നത്, കഷ്ടപ്പെടുന്നത്, ത്യാഗങ്ങൾ ചെയ്യുന്നു. അദ്ദേഹത്തിൻ്റെ ചിന്ത മൊത്തം എന്നാണ് ദുനിയാവാണ്. അങ്ങനെയുള്ള ഒരാൾ ഫലൈസ മിനല്ലാഹി തആല ഫീ ശൈ, അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്ന് ഒരു ബറക്കത്തും ഒരു നിഅമത്തും അവനിക്കുണ്ടാവുകയില്ല. കാരണം അദ്ദേഹം അള്ളാഹുവിനെ ചിന്തിച്ചിട്ടല്ലല്ലോ ദുനിയാവിന് പിന്നാലെ പോകുന്നത്. ദുനിയാവുണ്ടാക്കുക അയാൾക്ക് പേടിയാണ്. ദുനിയാവൊന്ന് നഷ്ടപ്പെട്ടാൽ, എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വന്നാൽ, എൻ്റെ കയ്യിൽ പണം ഇല്ലാതായിപ്പോയാലോ എന്ന് പേടിച്ച് അയാളിങ്ങനെ സമ്പാദിക്കുകയാണ്. അങ്ങനെയുള്ള ആൾക്കാരെ അല്ലാഹു തിരിഞ്ഞു നോക്കൂല. എന്ന് മാത്രമല്ല, വഅസമല്ലാഹു ഖൽബഹു അർബഅ ഖിസാൽ, അദ്ദേഹത്തിൻ്റെ കൽബിൽ ഒരു 4 കാര്യങ്ങൾ അല്ലാഹു ഇട്ടുകൊടുക്കുകയാണ്. വളരെ ശ്രദ്ധേയമായ ഒരു കാര്യമാണ്. ദുനിയാവിൻ്റെ പിന്നാലെ ഓടുന്നവൻ ഈ 4 രീതിയിലായിരിക്കും. ഈ 4 സ്വഭാവങ്ങൾ അല്ലെങ്കിൽ 4 അടയാളങ്ങൾ അദ്ദേഹത്തിലുണ്ടാകും. ഒന്നെന്താണ്? ഹമ്മൻ ലാ യൻഖതിഉ അൻഹു, എന്നും അവൻ ടെൻഷനിലാണ്, എന്നും ബേജാറിലാണ്. സത്യമാണല്ലോ, അദ്ദേഹത്തിന് എത്ര പണം ഉണ്ടാക്കിയാൽ മതിയാവുകയില്ല എന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ ടെൻഷൻ ഒരിക്കലും മാറൂല. കാരണം അയാൾക്ക് മതിയാവൂലല്ലോ, എന്നും ടെൻഷനിലാണ്. അയാൾ എത്രേ പണമുണ്ട്, പക്ഷേ അതിനെ അദ്ദേഹം അനുഭവിക്കൂല. അത് വീണ്ടും അയാൾ ഓടുകയാണ്, വീണ്ടും അയാൾ പോവുകയാണ്, വീണ്ടും അദ്ദേഹം അധ്വാനിക്കുകയാണ്. അത് അല്ലാഹുവിൻ്റെ ഒരു ശിക്ഷ തന്നെ പറയാം. എന്നും ടെൻഷൻ എന്തിന്? എന്നും ടെൻഷനുള്ളൊരു ജീവിതം കിട്ടുക എന്ന് പറഞ്ഞാൽ, എല്ലാവരും പണം ഉണ്ടാക്കുന്നതിനാണ് ടെൻഷൻ ഇല്ലാത്തൊരു ജീവിതം ഉണ്ടാകാൻ വേണ്ടിയാണ്. പക്ഷേ പണം കൂടുമ്പോഴോ ടെൻഷൻ കൂടുകയാണ്, ബേജാറുകൾ, വിഷമങ്ങൾ കൂടുകയാണ്. അതാണ് അദ്ദേഹത്തിന് അല്ലാഹു നൽകുന്ന ഒരു ശിക്ഷ എന്ന് പറയാം. രണ്ടാമത്, വല്ലാത്ത ബിസി ആയിരിക്കും, വല്ലാത്ത തിരക്കായിരിക്കും അല്ലാഹു കൊടുക്കുക. ഒന്നും അദ്ദേഹത്തിന് സുഖിക്കാൻ അദ്ദേഹത്തിന് അല്ലാഹു തൗഫീക്ക് നൽകില്ല. വേണ്ടതുപോലെ ഒരു പാവപ്പെട്ടവൻ അവൻ്റെ മക്കളോട്, അവൻ്റെ കുടുംബത്തിനോട്, അവൻ്റെ അയൽവാസികളോട് ഒരു നല്ല നിലക്ക് സമയം ചെലവ് ചെയ്യുന്ന സമയം പോലും ഒരു പണക്കാർക്ക് അവൻ്റെ കുടുംബത്തിനോട്, അവൻ്റെ മക്കളോട്, അവനുമായി ബന്ധപ്പെട്ടവരോട് ചെലവ് ചെയ്യാൻ, ഒന്ന് സന്തോഷിച്ച് ചെലവ് ചെയ്യാൻ അവനെ കൊണ്ട് സാധിക്കില്ല. പണമുള്ളവൻ്റെ അവസ്ഥ അതുപോലെയാണ്. ശരിക്കൊന്ന് വളരെ ഗൗരവത്തോടു കൂടി ചിന്തിക്കേണ്ട വിഷയമാണ്. അതായത് പണക്കാർ അവരുടെ കുടുംബക്കാർക്ക് വേണ്ടതുപോലൊക്കെ അവൻ സൗകര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടാവും. ആ കുടുംബമൊക്കെ നല്ല സൗകര്യത്തോടു കൂടെ ജീവിക്കുന്നുണ്ടാകും. ഒരു പാവപ്പെട്ടവനേക്കാൾ എത്രയോ സൗകര്യങ്ങൾ അവരെ വീടുകളിലുണ്ടാകും. പക്ഷേ അതേ മക്കളും കുടുംബവും ഒരുമിച്ച് കൂടിയിട്ടുള്ള ആ മനസ്സിൻ്റെ സമാധാനം, ആ പാവപ്പെട്ടവരനുഭവിക്കുന്ന ആ സമാധാനം, അവരുടെ കഷ്ടപ്പാടുകളും അവരുടെ ആ കയ്പുകളൊക്കെയും അവരെല്ലാവരും ഒരുമിച്ച്, അതെല്ലാം അവർ ചിലപ്പോൾ സന്തോഷിക്കുന്നു, ചിലപ്പോൾ ഒന്നിച്ചവർ ബേജാറാകുന്നു. ഇങ്ങനെയൊരു ജീവിതം, അതൊരു വല്ലാത്ത സന്തോഷം. അപ്പോഴല്ലേ തമ്മിൽ സ്നേഹം ഭാര്യ ഭർത്താക്കന്മാർക്ക്, മക്കൾക്കൊക്കെ ഉണ്ടാവുകയുള്ളൂ. ബാപ്പ കഷ്ടപ്പെടുന്നത് മക്കൾ കാണുമ്പോഴാണ് ബാപ്പയോട് മക്കൾക്ക് സ്നേഹം ഉണ്ടാവുക. അത് തിരിച്ചും അങ്ങനെയാണല്ലോ. അപ്പോൾ അതേ ആ സന്തോഷം, അങ്ങനെ ഒരു ഒഴിവ് സമയം മക്കളോട് കൂടാനോ, ഭാര്യ മക്കളോട് കൂടാനോ, മറ്റുള്ളവരുമായിട്ട് കൂടാനോ അവനക്കൊരു സമയം ഉണ്ടാവുകയില്ല. അതാണ് അത്തരക്കാർക്ക് അല്ലാഹു കൊടുക്കുന്നൊരു ശിക്ഷ എന്ന് പറയാം. മൂന്നാമതായിട്ട്, അദ്ദേഹം ഇന്ന് ഫക്കീറാണ്. പണം ഉണ്ടോ എന്നല്ലാതെ അദ്ദേഹത്തിന് ഒന്നും അതുകൊണ്ട് ചെയ്യാൻ കഴിയില്ല. ചിലപ്പോൾ ചെയ്താൽ തന്നെ ഫക്കീർ എന്ന് പറഞ്ഞാൽ ആരാണ്? അദ്ദേഹത്തിന് എന്നും മനസ്സിനൊരു ബേജാറാണ്, എൻ്റെ കയ്യിലില്ലല്ലോ അല്ലെങ്കിൽ പോയല്ലോ എന്നുള്ളത്. പക്ഷേ ഈ പണക്കാരൻ അവൻ്റെ കയ്യിലുള്ളത് കൊടുത്താൽ പോലും
അദ്ദേഹത്തിന് മനസ്സിനൊന്നും ടെൻഷൻ, ബേജാറാണ്. അത് നഷ്ടപ്പെട്ടല്ലോ, അത് പോയല്ലോ, കൊടുക്കേണ്ടി വരുന്നുണ്ട് പണക്കാരാവുമ്പോൾ. അങ്ങനെ ഒരു ഫഖ്ർ തരം അള്ളാഹു കൊടുക്കുകയാണ്. വീണ്ടും നാലാമതായൊരു ശിക്ഷ അള്ളാഹു കൊടുക്കുകയാണ്. വല്ലാത്ത കൊതിയാണ്, അയാളെ കൊതി തീരുകയില്ല. കൊതി തീരാത്തവൻ വല്ലാത്ത ബേജാരായിരിക്കും, അതിന് അവസാനമുണ്ടാവില്ല. അങ്ങനൊരവസ്ഥ അല്ലാഹു നൽകും. അതാണ് പണക്കാർക്ക് അല്ലാഹു കൊടുക്കുന്നത് എന്ന് നമ്മളോട് പഠിപ്പിക്കപ്പെടുകയാണ്. അതേ സമയത്ത് ഈ പണം കൊണ്ട് അല്ലാഹുവിൻ്റെ പൊരുത്തം ഉദ്ദേശിച്ച് അല്ലാഹുവിൻ്റെ പൊരുത്തത്തിനായി ചെലവ് ചെയ്യുമ്പോൾ അതിൽ വലിയ നേട്ടങ്ങളും വലിയ സന്തോഷമൊക്കെ അത്തരത്തിലുള്ള പണക്കാർക്കുണ്ട്. അത് യഥാർത്ഥമാണ്. പക്ഷേ അല്ലാഹുവിനെ ചിന്തിക്കാതെ പണമുണ്ടാക്കുന്നവർ, അല്ലാഹുവിൻ്റെ പൊരുത്തം ആഗ്രഹിക്കാത്തവർക്കൊക്കെയും കിട്ടുന്നതാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ എന്ന് നമ്മെ പഠിപ്പിക്കപ്പെടുകയാണ്. മൻ തലബ ദുനിയ ഹലാലൻ മുകാസിറൻ മുഫാഖിറൻ ലഖിയല്ലാഹു വഹുവ അലൈഹി ഗളബാൻ. ഒരാൾ ദുനിയാവ് സമ്പാദിച്ചു, ദുനിയാവ് ഉണ്ടാക്കി. എന്തിനു വേണ്ടിയിട്ടാണ്? ഹലാല് തന്നെയാണ് ഉണ്ടാക്കിയത്. വളരെ ശ്രദ്ധയോടുകൂടെ ശ്രദ്ധിക്കണം. ഈ ഹദീസിൽ പറയപ്പെടുന്നത് ഒരാൾ ഹലാല് തന്നെ ഒരാൾ എന്താക്കി സമ്പാദിച്ചു. ഹറാം സമ്പാദിക്കുന്നവനെ കുറിച്ച് ഇവിടെ പറയേണ്ടതില്ല. അവനൊരു അപകടമാണ്, അവനിക്ക് വരാൻ പോകുന്നത് വലിയ ശിക്ഷകളാണ്. പക്ഷെ അതല്ല, ഹലാല് തന്നെ ഒരാൾ സമ്പാദിച്ചു. എന്തിനു വേണ്ടി? മുക്കാസിറും മുഫാഖിറും, എനിക്ക് ധാരാളം ഉണ്ടാകണമെന്ന കൊതിയിൽ, കിബറിൻ്റെ കൊതിയിൽ, ഞാൻ വലിയൊരു പണക്കാരനാണ്, എൻ്റെ നാട്ടിൽ തന്നെ ഞാൻ തന്നെ വലിയൊരു പണക്കാരനും ബിസിനസ്മാൻ ആകണമെന്ന കൊതിയിൽ അദ്ദേഹം ആ ചിന്തയിലാണ് അദ്ദേഹം പണമുണ്ടാക്കിയതാണെങ്കിൽ നാളെ ഖിയാമത്ത് നാളിൽ അദ്ദേഹം അള്ളാഹുവിനെ കണ്ടുമുട്ടുന്നത് അള്ളാഹു ദേഷ്യപ്പെടുന്ന രീതിയിലാണ്. എങ്ങനെയായിരിക്കും ആ അവസ്ഥ? പിന്നെ ശിക്ഷ എന്താണ്, അതിൻ്റെ അവസ്ഥ എന്താണ്, അതിൻ്റെ ഭവിഷ്യത്ത് എന്താണെന്നും മുത്തനബിയോടെ പറയുന്നില്ല, പറയേണ്ട ആവശ്യമില്ല. അള്ളാഹു ദേഷ്യപ്പെട്ടിരിക്കുന്നു. അള്ളാഹു ദേഷ്യപ്പെട്ടാൽ എന്തും അവന് ചെയ്യാനുള്ള അധികാരമുള്ളവനാണ്. അപ്പോൾ അവനെ കാണുന്നത് അള്ളാഹു ദ്വേഷപ്പെട്ടിട്ടാണ്. അതേ സമയത്ത് അള്ളാഹു പറയുന്നു, വമൻ തലബഹ, ഒരാൾ നീ ദുനിയാവിനെ സമ്പാദിച്ചത് ഇസ്തിഗ്ഫാഫൻ അനിൽ മസ്അല, ആരോടും ചോദിക്കാൻ പാടില്ല, സ്വന്തം കാര്യത്തിന് യാചിക്കുന്നൊരവസ്ഥ എനിക്ക് വരാൻ പാടില്ല എന്ന് കരുതി അദ്ദേഹം എന്താക്കിയതാണ്? സമ്പാദിച്ചു, പണമുണ്ടാക്കി. എന്ന് മാത്രമല്ല സുയാനത്തല്ലി നഫ്സിഹി, അവന്റെ നഫ്സിനും അവന്റെ കുടുംബക്കാരെയും ഒരു നല്ല രീതിയിൽ ഇസ്സത്തോടുകൂടെ എനിക്ക് വളർത്തണം, അതിനു വേണ്ടി മാത്രം. അതേപോലെ തന്നെ പാവപ്പെട്ടവർക്ക് സഹിക്കണം. അങ്ങനെ നല്ല രീതിയിൽ അള്ളാഹുവിൻ്റെ നല്ല നിയത്തോടുകൂടി അദ്ദേഹം പണം സമ്പാദിക്കുകയും അത് നല്ല നിലക്ക് ചെലവ് ചെയ്യുകയും ചെയ്താൽ അദ്ദേഹത്തിനേക്ക് സ്ഥാനമുണ്ട്. ജാഅ ഖിയാമ, അദ്ദേഹം ഖിയാമത്ത് നാളിൽ വരുന്നത് വജുഹു കൽ ഖമരിൽ ബദ്ർ, 14-ാം രാത്രിയുടെ ചന്ദ്രനെ പോലെ അദ്ദേഹം മുഖം പ്രകാശിക്കുന്ന രീതിയിൽ വലിയ ബഹുമാനത്തോടുകൂടെ വലിയ ഗൗരവത്തോടുകൂടെ അദ്ദേഹം നാളെ ആഖിറത്തിൽ അദ്ദേഹത്തിന് കൊണ്ടുവരപ്പെടുമെന്ന് നമ്മെ പഠിപ്പിക്കുകയാണ്. അപ്പോൾ പണം കൊണ്ട് നമുക്ക് അല്ലാഹുവിൻ്റെ പൊരുത്തം വാങ്ങാൻ കഴിയും. അതേ സമയത്ത് പണം കൊണ്ട് ചിലപ്പോൾ അല്ലാഹുവിൻ്റെ ദേഷ്യം കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള പണം കൊണ്ട് അല്ലാഹുവിൻ്റെ ദേശമാണോ നാം സമ്പാദിക്കേണ്ടത്, അല്ലാഹുവിൻ്റെ പൊരുത്തമാണോ ഇഷ്ടമാണോ സമ്പാദിക്കേണ്ടത് എന്ന് നാം നമ്മളോട് ചോദിക്കേണ്ട ചോദ്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ കാത്തു രക്ഷിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.